യുവരാഷ്ട്രീയ നേതാവ് മോശമായി പെരുമാറിയെന്ന നടി റിനി ജോർജ് പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. ഉപദേശിച്ചിട്ടും വഴക്കു പറഞ്ഞിട്ടും മാറ്റമുണ്ടായില്ല. 3.5 വർഷം മുമ്പാണ് ആദ്യമായി ദുരനുഭവം ഉണ്ടായതെന്നും യുവതി പറഞ്ഞു. പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുച്ഛിച്ചു. പാർട്ടി നേതാക്കളുടെ ഭാര്യമാർക്കും ഇയാളിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും റിനി ജോർജ് ആരോപിച്ചു. യുവരാഷ്ട്രീയ നേതാവിനെതിരെ ഗുരുതര ആരോപണവുമായിട്ടാണ് നടി രംഗത്തെത്തിയിരിക്കുന്നത്. പലതവണ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നടപടി ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡാണ് ഈ യുവ നേതാവിനെയെന്നും നടി ആരോപിക്കുന്നുണ്ട്. ലിഡിയ ജേക്കബ് കൂടുതൽ വിവരങ്ങൾ നൽകും. ലിഡിയ, എന്താണ് നടി പറഞ്ഞു വെക്കുന്നത്? അനീഷ, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് നടിയും മോഡലുമായ റിനി ജോർജ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഇത്തരത്തിൽ ഒരു യുവ നേതാവിനെതിരെ വിരൽ ചൂണ്ടുന്ന തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ. തനിക്ക് അശ്ലീല മെസ്സേജുകൾ നിരന്തരം അയച്ചു, താൻ കർശനമായി വിലക്കിയിട്ടും അല്ലെങ്കിൽ താക്കീത് നൽകിയിട്ടും ഒരു കൂസലും ഇല്ലാതെ വീണ്ടും അത് തുടർന്നുകൊണ്ടിരുന്നു. മാത്രമല്ല, ഒരു 3 വർഷം മുൻപ് ആണ് ഇയാളെ താൻ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ശേഷം മെസ്സേജുകൾ അയച്ചു തുടങ്ങി. പിന്നീട് അശ്ലീല മെസ്സേജുകൾ അയച്ചു, ഹോട്ടൽ മുറിയിലേക്ക് വരെ ക്ഷണിച്ചു എന്നതാണ് ആരോപണം. മാത്രമല്ല, താൻ പരാതിപ്പെടുമെന്നടക്കം അല്ലെങ്കിൽ താൻ വിലക്കുകയും താക്കീതുകൾ നൽകുകയും ചെയ്തപ്പോൾ തനിക്ക് യാതൊരു ഭയവുമില്ലെന്നും ഇത്തരത്തിൽ മറ്റ് പ്രമാദമായ സ്ത്രീപീഡന കേസുകളിലടക്കം പ്രതിയായിട്ടുള്ള ആളുകൾ എന്ത് സംഭവിച്ചു, ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്ത് സംഭവിച്ചുവെന്നും തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള തരത്തിലുള്ള ധാർഷ്ട്യത്തോടെയാണ് സംസാരിച്ചതെന്നുമാണ് റിനി പറയുന്നത്. ഇത്തരത്തിൽ മറ്റൊരു ഇന്റർവ്യൂവിൽ, ഓൺലൈൻ ചാനൽ നൽകിയ ഇന്റർവ്യൂവിലാണ് റിനി ആദ്യമായി ഇത് തുറന്നു പറഞ്ഞത്. ശേഷം മറ്റു മാധ്യമങ്ങൾക്ക് കൂടി, മുൻനിര മാധ്യമങ്ങൾക്ക് കൂടി ഇത്തരത്തിൽ മാധ്യമങ്ങളോടുകൂടി റിനി ഇത്തരത്തിൽ വ്യക്തമാക്കുകയായിരുന്നു. മാത്രമല്ല, ഈ ഒരു കാര്യം വളരെ ഗൗരവമായി തന്നെ മുതിർന്ന നേതാക്കളോട്, ഒരു പാർട്ടിയുടെ മുതിർന്ന നേതാക്കളോട് സംസാരിച്ചപ്പോൾ അതിന് വേണ്ടത്ര പരിഗണനയോ അല്ലെങ്കിൽ അത് ഗൗരവകരമായി എടുക്കുകയോ ഈ പാർട്ടിയിലെ നേതാക്കൾ ചെയ്തില്ല. VD സതീശനോടക്കം ഇത് പറഞ്ഞു എന്നുള്ള തരത്തിലാണ് റിനി പറയുന്നത്. അത്തരത്തിൽ പാർട്ടിയിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലുമൊക്കെ ഉന്നത ബന്ധമുള്ള ആൾ കൂടിയാണ് മുൻനിരയിലുള്ള നേതാക്കൾ, മുതിർന്ന നേതാക്കൾ. എപ്പോഴാണ് ഈ യുവതി പരാതിയുമായി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ സമീപിച്ചത്? അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടി വ്യക്തമാക്കിയിട്ടുണ്ടോ? എപ്പോഴാണ് ഇത്തരത്തിൽ സമീപിച്ചത് എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ ഏറ്റവും അവസാനം ഇയാൾ മെസ്സേജ് അയച്ചത് 3 മാസം മുൻപാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ താൻ മാത്രമല്ല ഇതിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ളത്, മറ്റ് സ്ത്രീകൾ കൂടി ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് താൻ അറിയുന്നത്. അതിനുശേഷം തന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പല സ്ത്രീകളും ഇതിനെപ്പറ്റി പറയുകയുണ്ടായി, തങ്ങൾക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായതായി പറയുകയുണ്ടായി. മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പല ചർച്ചകളും ഇതിനെ സംബന്ധിച്ച് നടക്കുന്നത് കൊണ്ട് അപ്പോഴാണ് തനിക്ക് മനസ്സിലാകുന്നത് ഇതിൽ താൻ മാത്രമല്ല ഉൾപ്പെട്ടിട്ടുള്ളത്, മറ്റു പല ആളുകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി വ്യക്തമായി. അതിനുശേഷമാണ് താൻ ഇത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് നീങ്ങുന്നത്. അതായത് കൃത്യമായിട്ടുള്ള ഒരു പേരോ കാര്യങ്ങളോ റിനി ഇതിൽ പറയുന്നില്ല. ഹൂ കെയേഴ്സ് എന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ നിന്ന് തന്നെ പലർക്കും വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരാളാണ്, MLA ആയിട്ടുള്ള ഒരാളാണ്, ഒരു മുൻനിരയിലുള്ള ഒരു യുവ നേതാവ് കൂടിയാണ്. അത്തരത്തിൽ ഒരു ചില ഹിന്റുകളിലൂടെ മാത്രം, ചില സൂചനകളിലൂടെ മാത്രമാണ് റിനി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയകളിലടക്കം വലിയ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇതിനെ സംബന്ധിച്ച് വരുന്നുണ്ട്, ഈ ആളെ സംബന്ധിച്ച് വരുന്നുണ്ട്. അത്തരത്തിൽ മറ്റു സ്ത്രീകൾക്ക് കൂടി പ്രചോദനമാകട്ടെ എന്ന് കരുതിയാണ് ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിൽ തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് റിനി പറയുന്നത്. മറ്റു സ്ത്രീകൾ കൂടി ധൈര്യമായി പുറത്തു പറയാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം എന്നുള്ള തരത്തിൽ ആ ഒരു കാര്യം കൊണ്ടാണ് ഇത്തരത്തിൽ തുറന്നു പറച്ചിൽ താൻ നടത്തിയതെന്നാണ് റിനി വ്യക്തമാക്കുന്നത്. ശരി, ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.